ഏയ് എവിടെ പോവാ? കുഞ്ഞിന് ഡയപ്പർ ആയിരുന്നു, വാങ്ങാൻ വേണ്ടി പോവായിരുന്നു. ചേട്ടാ ഒരു സോഡ. പാവക്കുട്ടി ആർക്കാ? കുഞ്ഞിനാ. ഭയങ്കര കരച്ചില്, പാവക്കുട്ടി വേണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കൊള്ളാം. ഗൂഗിൾ പേ ആയിട്ടുണ്ടേ. ഓ ചേട്ടാ ഒരു നാരങ്ങ ഉള്ളേ. ഇപ്പൊ തരാവേ. അല്ലേ എന്താ സഞ്ചിക്കകത്ത്? കുഞ്ഞിന് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി ലോണിന് കൊടുത്തായിരുന്നു. അപ്പൊ മാനേജർ പറഞ്ഞു കുറച്ച് ഡോക്യുമെന്റ്സ് ആയിട്ട് ചെല്ലേ പോയിട്ടരാ. ഓ പോയിട്ട് പോയിട്ട്. ഓ ആ കുഞ്ഞിന് വേണ്ടി അവൻ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്? ചേട്ടാ അത് രാഹുലല്ലയോ? അവൻ എന്റെ കൂടെ 10 വരെ പഠിച്ചതാ. എന്താ നാരങ്ങാളം വേണ്ടായോ? വേണം. അല്ല അവന്റെ കുഞ്ഞിന് എത്ര മാസമായി? 3 മാസമായെന്ന് തോന്നുന്നു. പറഞ്ഞില്ല തിണ്ടി. അല്ല ചേട്ടാ ഈ ബേബി പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് എവിടെ ഉണ്ട്? അത് അപ്പുറത്താണ്ടുണ്ട്. അപ്പൊ നാരങ്ങാണല്ലോ വേണ്ട. അപ്പൊ ഇതോ താൻ കുടിച്ചോ. രാഹുലേ 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 പൂട്ടിയിട്ടില്ലല്ലോ. അയ്യോ അപ്പിയോ, അങ്ങനെ പറയാൻ പാടില്ല, കുഞ്ഞുങ്ങളുടെ അല്ലയോ. ഉണ്ണിമൂത്രം പുണ്യ. അപ്പൊ ഉണ്ണിയപ്പി ഉണ്ണിയപ്പ. ചെറിയ വാടയുണ്ട്, കുഴപ്പമില്ല. ഉണ്ണിയപ്പ അല്ലയോ. എടി അവിടെ നിന്ന് കിടക്കടി, നമുക്ക് കുളിക്കണ്ടായോ? കിടക്കടി കാലടക്കടി. രാഹുലേ എന്താടാ വിളിച്ചിട്ട് കേൾക്കാൻ ഞാൻ? എടാ കുഞ്ഞിനെ അവരെ വിളിപ്പിക്കുമായിരുന്നു. നീ എന്തായാലും കൊച്ചുണ്ടായ കാര്യം എന്നോട് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ കണ്ട സാധനമായിട്ടാണ് വന്നേക്കുന്നത്. അവിടെ ബേബി പൗഡർ ഉണ്ട്, ബേബി പ്രോഡക്റ്റ് ഉണ്ട്, ബേബി സോപ്പ് ഉണ്ട്, ബേബി കിറ്റ് ഉണ്ട്, ഡ്രസ് ഉണ്ട്, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. അല്ല അതൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇതായിരുന്നു അല്ല മറ്റേ കുഞ്ഞ് കല്യാണം കഴിക്കാത്ത എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവുന്നു? ആ ചേട്ടനോട് പറയുന്ന കേട്ട് കൊച്ചിന് വീട് വെക്കാൻ ലോൺ എടുക്കാൻ പോവാന്ന്. അല്ല പട്ടിക്കുട്ടിക്ക് എന്തിനാ വീട്? അപ്പൊ നീ പട്ടിക്കുട്ടികളുടെ പുതിയ വീട് കണ്ടില്ല? ഭയങ്കര റേറ്റ് ആടാ. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വരെയൊക്കെ ഉണ്ടാ. അപ്പൊ നിന്റെ വീടോ? എനിക്ക് വീടില്ല, ഇത് വാടക. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. ഷാമ്പു അതും അലോവേറ. കുഞ്ഞിനെ കളിപ്പിക്കാൻ. ഇതെന്തും വൈറ്റമിൻസിന്റെ വൈറ്റമിൻസിന്റെ കുറവുണ്ട് ഇടയ്ക്ക് പട്ടിക്ക്. പല്ലും ഇതൊക്കെ സ്ട്രോങ് ആവാനുള്ള പല്ല്, പിന്നെ പല്ലില്ലേ പട്ടിക്ക്? ഫോം ക്ലീനറാ. ഫോം ക്ലീനർ, കണ്ടീഷണർ. എനിക്കുണ്ടോ ഷാമ്പു? ഇത് വൈപ്സ് തുടയ്ക്കാൻ വേണ്ടി. ഇത് അത് മറ്റേ ഡൈപ്പർ. അത് പേനൊക്കെ ചെയ്യാറുള്ള, രോമം ചെയ്യാറുള്ള കണ്ടീഷണർ. അത് പല്ല് തേക്കുന്ന. നിനക്ക് പ്രശ്നം ഉണ്ടോടാ? ഇതുകൊണ്ടായിരിക്കും. അമ്മ ഒരു പട്ടിക്കുട്ടിയെ മേടിച്ച അമ്മ, എല്ലാവരുടെ വീട്ടിൽ ഓരോ പട്ടി വീതം ഉണ്ട്, എനിക്ക് ഒരെണ്ണം മേടിച്ച അമ്മ. പട്ടി ഇവിടെ ഉള്ള 2 പട്ടികളെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെ വേറൊരു പട്ടി. അച്ഛാ പ്ലീസ് അച്ഛാ, അമ്മയോട് ഒന്ന് പറ, ഒരു പട്ടിക്കുഞ്ഞ് മതി അച്ഛ, പട്ടിക്കുഞ്ഞ് ഒരെണ്ണം മതി. അവനൊരു പട്ടിയെ മേടിച്ചു. ഇവിടെ പട്ടിയെ വേണ്ട, നമുക്ക് പട്ടി അലർജിയാ. അതിപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. പിന്നെ എന്റെ വാക്കിന് ഇവിടെ വീട്ടിലൊരു കുരയ്ക്കുന്ന പട്ടിയുള്ളപ്പം വേറൊരു പട്ടി എന്തിനാ? ഒന്നുമില്ല. ഇവിടെ 1 മാസം തീറ്റി പോടണമെങ്കിലേ എന്തോ പാടെന്നറിയോ? ഞാൻ അവളെ പെറ്റ് സ്കൂൾ വിടാൻ വേണ്ടി പോവാ. പെറ്റ് സ്കൂൾ? നീ അംഗനവാടിയിലെങ്കിലും പോയിട്ടുണ്ടോടാ? അല്ല നീ എന്താ തിന്നുന്നേ? എന്തുവാ? ഡിഗ്രിയാ. നല്ലതാ, കഴിച്ചു. ഞാൻ കഴിക്കുന്ന നിനക്ക് കഴിക്കാനേ ഞാൻ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി എടാ നീ എത്ര ചപ്പാത്തി കഴിക്കും? എടാ ഞാനൊരു 4 ചപ്പാത്തി. ജാനു നീ വന്നേ, നീ വാ. എന്താ മോളെ വിശന്നോ? അതാട്ടോ കൈ നക്കുന്നേ. എടി അടങ്ങിയിരിക്കടി, ഞാനേ ഈ ചപ്പാത്തി കുഴച്ചിട്ട് ഇപ്പം വരാം. എന്നിട്ട് മോക്ക് ഫുഡ് എടുത്തരാം കേട്ടോ. എടി മതി നക്കിയത് മതി, പോ അകത്തേറി പോ. 4 ചപ്പാത്തി മതിയോ? കൂളിന്നോ? 4 മതിയാന്നു. അയ്യോ എന്താ പറ്റി? ഞാൻ പുറത്തൊന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് വയ്യ പട്ടിയുടെ ഫുഡൊന്നും കഴിക്കാൻ. മുഖത്തെന്തോ ഒരു വിഷമോ? ജാനുവിനെ കാണുന്നില്ല. ചുമ്മാ തമാശ പറയാതെ. ഇവിടെ അങ്ങനെ കാണൂടാ? ഇല്ലടാ കാണുന്നില്ല. നീ സീരിയസ് ആയിട്ടാണ്? എടാ ദൂരെ ഒന്നും പോയി കാണത്തില്ലടാ, ഇവിടെ അങ്ങനെ കാണുക, വെളിയിലെങ്ങനെ കാണുക. വാടാ തപ്പാ. പുറത്തു പോയി കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയത്തില്ല.
എടാ ചുമ്മാ ഇരിയടാ, നീ എന്ന് വിഷമിക്കാതെ ഇങ്ങോട്ട് വാ, നമുക്ക് കണ്ടുപിടിക്കാം. വാ ജാനുവേ, എടാ ഞാൻ വീടിന്റെ ഫ്രണ്ട് വല്ലതും ഉണ്ടോ നോക്കിട്ടെ. വെയിറ്റ് ജാനുവേ. ചേട്ടാ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് സ്റ്റോർ എടുത്തിട്ട് 4 പെമ്പിള്ളാരെങ്കിലും വളക്കായിരുന്നു. ഇതിപ്പോ ഞാൻ എന്തോ എടുത്തിട്ട് വളയ്ക്കും? ഇതെന്തോടാ ആടിനും പട്ടിക്കും ക്രോസ് ഉണ്ടായതോ? ഇതെന്തായാലും നാടൻ പട്ടിയല്ല. ആ പെണ്ണ. അയ്യോ ഇത് ആരുടെ പട്ടിയാ? ആരെങ്കിലും ആണോ? ഈ പട്ടിയുടെ ഉടമസ്ഥന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അയ്യോ അനാഥയാന്ന് തോന്നുന്നു. ഇനി എന്തായാലും ചോദിച്ചില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇനി വാ മക്കളെ. എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ ഈ വീട്ടിൽ കെട്ടാൻ പറ്റത്തില്ല. എടുത്തോണ്ട് പോ. അമ്മേ എന്തുവാ? എടാ എനിക്ക് പട്ടിയുടെ മണം പറ്റത്തില്ല. ഇതിനെ ഈ വീട്ടിൽ കെട്ടിയാൽ ഞാൻ ഇറങ്ങി പോവേ. ഓ ഓക്കെ ശരി, ഞാൻ കേട്ടുന്നില്ല. 2 മിനിറ്റ് ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് ഇച്ചിരി മൂത്രം ഒഴിച്ചിട്ട് കൊണ്ട് കളഞ്ഞോളാം കേട്ടോ. ഞാൻ മോനെ നീ ഇവിടെ കേട്ടോ. ഓ അല്ല ഇതിനെ കൊണ്ട് കളയണ്ട, ഇങ്ങോട്ട്. ഞാൻ ഇച്ചിരി ചോറ് എടുത്തോണ്ട് വരട്ടെ. പിടി പോയിട്ട് വരേ. അപ്പൊ ഞാനോ? അമ്മ ഇച്ചിരി ചോറ്. പട്ടി അടിച്ചിട്ട് ബാക്കിയുള്ള തരാടാ. ഇത് കേമായി കിട്ടി. ജാനുവിനെ കിട്ടിയെന്ന്. എവിടെ? വാ 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 പറയാം, ഇങ്ങോട്ട് വാന്ന് വാ. എടാ ഈ വീട്ടിലാ. എന്താ ഏട്ടാ? ജാനു. ഏത് ജാനു? ഇത് ഞങ്ങളുടെ പട്ടി. എന്റെ പട്ടിയാ? ആരുടെ പട്ടി? ഇങ്ങോട്ട് അച്ഛാ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇവരൊക്കെ ആരാ മോനെ? അച്ഛോ നമ്മുടെ മിന്നു ഉണ്ടല്ലോ, ഇവരെയാന്ന് ഇവര് പറയുന്നത്. നിങ്ങളുടെ കാണോ ആണോ? ആ ഇവിടെ 1 വർഷമായിട്ടുള്ള മിന്നുവാ. തരാൻ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ. ഇത് നമ്മുടെ പട്ടിയാടാ. എനിക്ക് മനസ്സിലായടാ. നമുക്ക് എന്തായാലേ ഇത് ലീഗലായിട്ട് പോവാം. എൻ്റെ അളിയനാ ഇവിടുത്തെ എസ് ഐ, ഒന്ന് വിളിക്കാം. വിളിക്കാച്ചാ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ പട്ടിയാന്ന്. പട്ടിയുടെ പേരെന്തുവാ? നിങ്ങളുടെ പട്ടിയ നിങ്ങളുടെ തെളിവ് വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിലോ? എടാ ഇതിന് പേപ്പറൊന്നും ഇല്ലയോ? പൈസ കുറവ് കിട്ടുന്ന പറഞ്ഞ് പേപ്പർ ഒന്നും വാങ്ങിച്ചു. അപ്പൊ 2 കൂട്ടരുടെ ഭാഗത്ത് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നേരെ കോടതിക്ക് വിടാം. എന്താ സാറേ? അത് പറ്റത്തില്ല സാറേ. മിണ്ടാടാ, നിന്റെ സമ്മതം വേണോ? അപ്പൊ കോടതി തീരുമാനം എടുക്കും ആർക്ക് തരണമെന്ന്. അതുവരെ പട്ടിയെ ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റാം. അപ്പൊ അതാ തീരുമാനം. എന്താ? അത് മതി മാമ. അപ്പൊ അങ്ങനെ ചെയ്യാം. എന്താ? വേണ്ട സാറേ, പട്ടി അവരെടുത്തോട്ടെ. രാവിലെ ജാനുവിന് എന്താ വേണ്ടെന്ന് പറഞ്ഞേ? വേണ്ട, കേസിന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവളെ ഷെൽട്ടർ ഹോമിലാക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ അവളെ നോക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പോൾ കറക്റ്റായിട്ട് അവൾക്ക് ആഹാരമെങ്കിലും കിട്ടുമല്ലോ. അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കത് മതിയടാ. നീയല്ലേ ഇവിടെ ഇത്രയും നാൾ വളർത്തിയത്? സാരമില്ല, കേസ് വേണ്ട, പോട്ടെ. ചേട്ടന്റെ പട്ടിയെ ചേട്ടനെടുത്തോ.